السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وأصحابه الفائزين. ഏറ്റവും പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, ഒരു വിശ്വാസിയുടെ മനസ്സകമിൽ ആനന്ദത്തിൻ്റെ അലയടികൾ നുരഞ്ഞു പൊങ്ങുന്ന നിമിഷങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. റബീഉൽ അവ്വലിന്റെ ഒന്നാം ദിനം. റബീഉൽ അവ്വൽ ഒന്നാം ദിനം മുതൽ വീടുകളിലും നാടുകളിലും വേദികളിലും പള്ളി അങ്കണങ്ങളിലും മദ്രസ പാഠശാലകളിലുമൊക്കെ മുത്തുനബിയുടെ ചർച്ചയാണ്. ഒരു സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്ത ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ ഇല്ല. നിസ്കാരത്തിൽ പോലും മുത്തുനബിയെ കുറിച്ച് പറയൽ നിർബന്ധമാണ്. ഈ റബീഉൽ അവ്വൽ 1 മുതൽ എല്ലാ വീടുകളിലും ചെറിയ മക്കൾ മാതാപിതാക്കളോടൊപ്പം ഇരിക്കുകയും മൗലിദ് ഓതി സ്വലാത്തുകൾ ചൊല്ലി അവരെ കൊണ്ട് കഴിയുന്ന നിലയിലെല്ലാം മദ്ഹ് ഗാനങ്ങൾ അവരുടെ കഴിവനുസരിച്ച് പാടിയും പറഞ്ഞും ആടിയും സന്തോഷിക്കുകയാണ്. ഇത് തന്നെയാണ് അള്ളാഹുവിനും ഇഷ്ടം. മുത്തുനബിയെ കുറിച്ച് എത്ര പറയാൻ കഴിയുമോ നിങ്ങൾ പറയുക. കാരണം അള്ളാഹു തആല നമ്മെ പഠിപ്പിച്ചത് അള്ളാഹു ചെയ്ത അമലാണ് സ്വലാത്ത് ചൊല്ലുക. അള്ളാഹു നിസ്കരിച്ചിട്ടല്ല നമ്മളോട് നിസ്കരിക്കാൻ പറഞ്ഞത്, അള്ളാഹു നോമ്പ് പിടിച്ചിട്ടല്ല നമ്മളോട് നോമ്പ് പിടിക്കാൻ പറഞ്ഞത്. പക്ഷെ സ്വലാത്ത് അങ്ങനല്ല, അള്ളാഹു ചൊല്ലിക്കാണിച്ചു തന്നു, അള്ളാഹു ചൊല്ലുന്നുണ്ട് എന്നാ പറഞ്ഞത്. അപ്പൊ അള്ളാഹ് ഒരു മുത്തുനബിക്ക് സ്വലാത്ത് ചൊല്ലുമ്പോ ആ സ്വലാത്ത് നമ്മുടെ ബാധ്യതയിൽ ഒരു പക്ഷേ ഒന്നാമത്തെ ബാധ്യതയാണ് മുത്തുനബിക്ക് സ്വലാത്ത് ചൊല്ലുക എന്ന് പറയുന്നതിന്റെ ഗൗരവം അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാകും. അപ്പൊ അങ്ങനെ റബീഉൽ അവ്വലിന്റെ 1-ാം ദിനമായ ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് നമ്മൾ മൗലിദ് നടത്തുന്നുണ്ട്. ഈ മൗലിദ് ആദ്യമായി നമുക്ക് കാണിച്ചു തന്നത് മുത്തുനബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് മൗലിദ് സദസ്സിന് എല്ലാ നിലയിലുമുള്ള അത് നടത്തണം എന്ന അംഗീകാരവും ആശീർവാദവും കൊടുത്തത്. അത് നമുക്ക് മഹാന്മാരാകുന്ന ഇമാമിയങ്ങളുടെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്ന ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസ്, മഹാനായ തുർമുദി ഇമാം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസിൽ അക്കിതാബില് വളരെ വ്യക്തമായി മുത്തുനബി തങ്ങൾ പങ്കെടുത്ത മൗലിദ് സദസ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. വനഅബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാൽ ജലസ നാസും മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യന്തദറൂനഹു ഫഖറജ ഹത്ത, ഇങ്ങനെ തുടങ്ങുന്ന ഒരു ഹദീസ്, വലിയ ഹദീസാണ്. ഏകദേശം 8, 10, 12 വരികളുള്ള ഹദീസാണ്. അപ്പൊ ഈ ഹദീസിന്റെ ആശയം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു കൂട്ടം സഹാബികള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് തങ്ങളെ വരുന്നതിനെ പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവരും ഒരു മജ്ലിസ് തയ്യാറാക്കി ഇങ്ങനെ കൂടിയിരിക്കുക മുത്തുനബി വരുന്ന സദസ്സിലേക്ക്. ആ സദസ്സിൽ ഇരുന്നു കൊണ്ട് ഈ സഹാബാക്കൾ മുഴുവനും ഓരോ പ്രവാചകന്മാരെ കുറിച്ച് ഇങ്ങനെ ചരിത്രങ്ങൾ പറഞ്ഞു. അഥവാ മൗലിദ് ഓതി. ആദം നബി അലൈഹി ഇസ്ലാമിന്റെ പോരിശ പറഞ്ഞു, മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ പോരിശ പറഞ്ഞു. അങ്ങനെ ഓരോരുത്തരും ഓരോ നബിമാര് ആ പവർ ഉള്ളവരാണ്, ഈ പവർ ഉള്ളവരാണ്, ആ നബിക്ക് അങ്ങനെ പവർ അള്ളാഹു കൊടുത്തു, ഇങ്ങനെ പവർ, അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ പറഞ്ഞിരിക്കുമ്പോഴാണ് അഷ്റഫുൽ ഖൽഖ് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സദസ്സിലേക്ക് നടന്നു വരുന്നത്. എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന നേതാവ് വരുന്നു. ത്വലഅൽ ബദ്റു അലൈന. എല്ലാവരും എഴുന്നേറ്റു. മുത്തുനബി തങ്ങൾ വന്നു, എല്ലാവരോടും ഇരിക്കാൻ പറഞ്ഞു. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മജ്ലിസിലേക്ക് കയറി. സാധാരണ നബിത്തങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് ഒരു പക്ഷേ സദസ്സിൽ കയറി മറ്റു വിഷയങ്ങളൊക്കെ സംസാരിച്ച് ക്ലാസ് എടുക്കുക എന്നുള്ളതാ. നബിത്തങ്ങൾ ചെയ്ത അതല്ല. നബിത്തങ്ങൾ പറഞ്ഞു, സഹാബാക്കളെ, നിങ്ങളിപ്പോ ഇവിടെ സംസാരിച്ച ആദം നബിയെ കുറിച്ചും മൂസാ നബിയെ കുറിച്ചും ഇബ്രാഹിം നബിയെ കുറിച്ചൊക്കെ കുറെ മൗലിദ് ഓതിയല്ലോ, ഞാനത് കേട്ടു. അവരെ കുറിച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ കേട്ടു. നിങ്ങൾ പറഞ്ഞതൊന്നിലും കളവില്ല, അതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? എന്നെ കുറിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചുവോ? ഞാൻ ഹബീബാണ്, അള്ളാഹുവിന്റെ ഹബീബാണ്, വെറും ഹബീബല്ല. നാളെ ശഫാഅത്തിനു വേണ്ടി ആദം നബി അലൈഹിസ്സലാം മുതൽ ഇങ്ങേ അറ്റം വരുന്ന
സൃഷ്ടി വരെയും പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഈസാ നബി അലൈഹിസ്സലാം വരെയും എല്ലാവരും സഹായം ചോദിക്കുന്നത് എന്നോടാണ്. ഞാനാണ് സ്വർഗത്തിന്റെ വട്ടക്കണ്ണി ആദ്യമായി പിടിച്ചു കുലുക്കുന്നത്. ഞാൻ ഷഫീഉൽ വറയാണ്. ഞാൻ ഫഖർ പറയുകയല്ല, അഹങ്കരിക്കുകയല്ല, കിബ്ർ പറയുകയല്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് സ്വഹാബാക്കളോട് പറഞ്ഞുകൊണ്ട് മുത്തുനബിയെ കൊണ്ട് മുത്തുനബിയുടെ പേരിൽ മൗലിദ് ഓതണം എന്ന് സ്വഹാബാക്കളോട് ആദ്യം തന്നെ പറഞ്ഞത് പുണ്യപ്പൂവായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഇത് വലിയൊരു ഹദീസാണ്, വലിയൊരു ചരിത്രമാണ്. അപ്പോ മുത്തുനബി പങ്കെടുത്ത ആദ്യത്തെ മൗലിദ് സദസ് അവിടെയാണ്. ഇനി നമുക്ക് മൗലിദിന് തെളിവ് വേണ്ടല്ലോ, മൗലിദ് സദസ്സിന് തെളിവ് വേണ്ടല്ലോ, മുത്തുനബി ചെയ്യുന്നതിനൊക്കെ വലിയ അപ്പുറം നമുക്കില്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനെയുള്ള നൂറുകണക്കിന് തെളിവുകൾ നിൽക്കുമ്പോഴും മുത്തുനബി തുടങ്ങി വെച്ച മൗലിദ് സദസ്സിൽ പിന്നെ പങ്കെടുക്കാൻ നമ്മൾ എന്തിനാ മടിച്ചു നിൽക്കുന്നത്? അതുകൊണ്ട് അരിയും തലയും മുറുക്കി എല്ലാം മറന്നിട്ട് എനിക്ക് എന്തായാലും ഞാനൊരു മുസ്ലിമാണ്, ഞാൻ ഇസ്ലാം മത വിശ്വാസിയാണ്, എന്റെ പ്രവാചകൻ മുത്തുനബിയാണ്, ഒരു മുത്തുനബിയെ കൊണ്ടൊന്ന് ഗുണം പറയുന്നത് കൊണ്ട് എനിക്ക് നഷ്ടം എന്തായാലും വരാനില്ല. മൗലിദ് ഓതി നരകത്തിൽ പോകുമെന്ന് എന്തായാലും അള്ളാഹ് പറഞ്ഞിട്ടില്ല. മുത്തുനബിയെ പുകഴ്ത്തിയാൽ ശിക്ഷ കിട്ടും എന്ന് പറഞ്ഞിട്ടില്ല. അതേതായാലും ഇല്ലല്ലോ. അപ്പൊ പിന്നെ ധൈര്യമായിട്ട് മുത്തുനബിയെ കുറിച്ച് നല്ലത് പറയുക തന്നെ. അത് ആര് നല്ലത് പറഞ്ഞാലും അവരെ സഹായിക്കുക തന്നെ. ആരെങ്കിലും അത് സദസ്സിൽ വരുന്നവർക്ക് ഭക്ഷണം വെച്ചു കൊടുക്കുകയാണെങ്കിൽ അതിൽ പങ്കെടുക്കുക തന്നെ. അതിന്റെ പേരിൽ സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടി കുറച്ച് കുട്ടികൾ കൂടിയിട്ട് തോരണം കെട്ടി കൂടിക്കൊടുക്കുക തന്നെ, കുറച്ച് ലൈറ്റ് കൂടിക്കൊടുക്കുക തന്നെ, കുറച്ച് ബുർദ മജ്‌ലിസും ദഫ് ഗാനങ്ങളും ഒക്കെ കുട്ടികൾ കിടന്ന് പാടുന്നു, ചെന്ന് അവർ കേക്ക് ആസ്വദിച്ച് അവരെ സപ്പോർട്ട് ചെയ്യൽ തന്നെ. കാരണം ഈ ചെയ്യുന്ന സപ്പോർട്ടിനൊന്നും ശിക്ഷയില്ല, അത് ഉറപ്പാണ്. അത് മൗലിദിനെ എതിർക്കുന്നവർ പോലും സമ്മതിക്കുന്ന കാര്യമാണ്. നല്ലത് ചെയ്യുന്നുണ്ടെങ്കിൽ ശിക്ഷയില്ല. പിന്നെ ചെയ്യരുത് അത് നിങ്ങളുടെ ഉസ്താദ് മറ്റേ ആളായതുകൊണ്ടാണ്. ആ വിഷയം പോട്ടെ. ഏതായാലും മുത്തുനബിയുടെ മൗലിദ് സദസ് ഇന്ന് മുതൽ തുടങ്ങുന്നു. ആ മൗലിദ് സദസ്സിന് ഇൻഷാ അള്ളാഹ് നമുക്ക് ഒരു ഹിക്കായത്ത് മൗലിദിൽ നിന്നും വരികൾ ഉദ്ധരിച്ച് നമുക്ക് ഇൻഷാ അള്ളാഹ് പിരിയാം. എല്ലാവരും നമ്മുടെ ഈ ദിവസം മുതലുള്ള റബീഉൽ അവ്വൽ 1-ാം ദിനം മുതൽ എല്ലാ വീടുകളിലും മൗലിദിന്റെ കഴിയുന്ന ഒരു ഹിക്കായത്തെങ്കിലും പൂർണ്ണമായിട്ട് ഓതണം. ഒരു ഹിക്കായത്തെങ്കിലും ഓതി മുത്തുനബിയോടുള്ള സ്നേഹം ആദ്യം മനസ്സുകൊണ്ട് മുത്തുനബിയുമായി കണക്ഷൻ ആക്കുക. എന്നിട്ട് നമ്മുടെ സ്വഭാവത്തില് മുത്തുനബി എന്ന് ഞാൻ മുത്തുനബിയാണ്, ഞാൻ സുന്നിയാണെന്ന് പറഞ്ഞു നടന്നിട്ട് കാര്യമില്ല. മുത്തുനബിയുടെ സ്വഭാവവും സ്നേഹവും നമ്മുടെ മനസ്സിന്റെ അകത്തുണ്ടാവുകയും ആ സ്വഭാവം നമുക്കുണ്ടാകാൻ നാം അത്രത്തോളം പ്രയത്നിക്കുകയും ചെയ്യുക. ഏതായിരുന്നാലും റബീഉൽ അവ്വൽ 1-ാം ദിനമായ ഇന്ന് മൗലിദിന്റെ ഒരല്പം വരികൾ ചൊല്ലിക്കൊണ്ട് നമുക്ക് ഇൻഷാ അള്ളാഹ് ഈ മജ്‌ലിസ് ഇന്നത്തേക്ക് അവിടെ നിർത്തിവെക്കാം. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഇൽ അവ്വൽ ഖമറ നബിയിൽ ഹുദാ وأوجد نوره قبل خلق العالم وسماه محمدا وأخرجه في آخر الزمان كما قدر وأبدى وألبسه خلعة الجمال التي لم يلبسها أحدا فولد بوجه أخجل قمرا وفرقدا ألا هو الذي توسل به آدم عليه السلام وافتخر بكونه والدا واستغاث به نوح عليه السلام فنجا من الردى وكان في صلب إبراهيم عليه السلام حين ألقي في النار فعاد وصار لهبها مخمدا ورأت أمه آمنة رضي الله عنها حين حملت به ملائكة السماء مددا ودخل عليها الأنبياء وهم يقولون لها إذا وضعت الشمس الفلاح والهدى فسميه محمدا
محمدا. قال الله عز وجل: لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. وروي عن النبي صلى الله عليه وسلم أنه قال: كنت نورا بين يدي الله عز وجل قبل أن يخلق آدم عليه السلام ب1000 عام يسبح الله ذلك النور وتسبح الملائكة بتسبيحه. فلما خلق الله تعالى آدم عليه السلام ألقى ذلك النور في طينته فأهبطني الله في صلب آدم عليه السلام إلى الأرض وجعلني في السفينة في صلب نوح عليه السلام وجعلني في صلب الخليل إبراهيم عليه السلام حين قذف به في النار ولم يزل ينقلني ربه من الأسلاب الكريمة الفاخرة إلى الأرحام الزكية الطاهرة حتى أخرجني الله من بين أبوي ولم يلتقيا على صفاح قط. മശരിഖിലും മഗ്രിബിലും നബി ശംസുൽ ഹുദാ ഫീ കുല്ലി സമാനി മഹ്ശറിന്റെ പുണ്യ ശഫാഅത്തിന്റെ യജമാനി മയിലിന്റെ സുന്ദരരൂപ മണിഞ്ഞ് ചമഞ്ഞിടും സുന്ദരമേനി മൗലാന മൗലൽ ആലമീൻ സയ്യിദ് അദ്നാനി. മശ്രിഖിലും മഗ്രിബിലും നബി ശംസുൽ ഹുദാ ഫീ കുല്ലി സമാനി മഹ്ശറിന്റെ പുണ്യ ശഫാഅത്തിന്റെ യജമാനി മുഞ്ചു തികഞ്ഞൊരു പുണ്യ ശരീരം നെഞ്ച് വിടർന്നൊരു മോഹന താരം പുഞ്ചിരി തൂകുമിലന്തലങ്കാരം അലങ്കാരനൂറ് മുഹമ്മദ് പത്തരമാറ്റി മുഖത്തരമേനി മൗലാന മൗലൽ ആലമീൻ സയ്യിദ് അദ്നാനി. മശ്രിഖിലും മഗ്രിബിലും നബി ശംസുൽ ഹുദാ ഫീ കുല്ലി സമാനി മഹ്ശറിന്റെ പുണ്യ ശഫാഅത്തിന്റെ യജമാനി. കോമളരാം നബി യൂസുഫറന്ന് കാമിനിമാരുടെ കൽബ് കവർന്ന് ആമുഖം കണ്ടവരൊക്കെ മറന്നതിനാൽ കൈകൾ മുറിച്ചവർ രംഗിൽ തിളങ്ങിടും പങ്കജമേനി മൗലാന മൗലൽ ആലമീൻ സയ്യിദ് അദ്നാനി. മശ്രിഖിലും മഗ്രിബിലും നബി ശംസുൽ ഹുദാ ഫീ കുല്ലി സമാനി മഹ്ശറിന്റെ പുണ്യ ശഫാഅത്തിന്റെ യജമാനി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഈ മദ്ഹുകളെ സ്വീകരിച്ച് മുത്തുനബിയുടെ മദീന മണിയറയിലെത്തിച്ച്
അവിടുത്തെ ശഫാഅത്തിൽ ഒരുമിച്ച് കൂട്ടി മരണം വരെയും നമ്മുടെ ഇസ്തിഖാമത്ത് ഹിദായത്ത് നിലനിർത്തി മുത്തഖീങ്ങളിലും മുഖ്ലിസീങ്ങളിലും നമ്മയും നമ്മുടെ ബന്ധുമിത്രാദികളെയും അഭ്യുദയകാംക്ഷികളെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.